മിൽക്കി മിസ് പ്രസൻസ് മാജിക് ഹൗണ്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചൂടുകാലത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചൂടുകാലത്തിൻ്റെ കാഠിന്യമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമുഖമായിട്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് വേനൽക്കാലത്തിനെ വരവേൽക്കാം അല്ലേ? എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ, പോസിറ്റീവായിട്ട് വിചാരിക്കുക. നമ്മൾ എല്ലാ സീസണിലൂടെയും കടന്നു പോകണം. തണുപ്പ് കാലവും മഴക്കാലവും ചൂടുകാലവും ഒക്കെ. അങ്ങനെ ചൂടുകാലത്തിനെ വരവേൽക്കുന്നത് എങ്ങനെയാണ്? നല്ല തണുത്ത പാനീയങ്ങളൊക്കെ ആയിട്ടാണ് വരവേൽക്കേണ്ടത്. അപ്പോൾ ഒരു സംഭാരമാണെങ്കിലും ഗംഭീരമാണ്, ഒരു നാരങ്ങ വെള്ളമാണെങ്കിലും അതിഗംഭീരമാണ്, എന്താണെങ്കിലും കരിങ്ങാലി ഇട്ട വെള്ളമാണെങ്കിലും നല്ലതാണ്. പിന്നെ രാമച്ചം ഇട്ട് വെച്ച നല്ല തണുപ്പിച്ച കൂജയിലിട്ടിരിക്കുന്ന വെള്ളമാണെങ്കിലും ഗംഭീരമാണ്. അങ്ങനെ നമുക്ക് ആലോചിക്കാം. എങ്കിലും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയാലോ. പാനീയങ്ങൾ, കുറച്ച് സർബത്ത്, പിന്നെന്താ പറയുക, കുറച്ച് മിൽക്ക് ഷേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സമ്മർ ഡ്രിങ്ക്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കരിക്ക് ഡേറ്റ്സ് ഷേക്ക്. ഡേറ്റ്സ് 5 എണ്ണം കുരുമാറ്റി പാലിൽ കുതിർത്തെടുത്തത്, കരിക്ക് 2 എണ്ണം, തണുത്ത പാല് 1 കപ്പ്, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം കുതിർത്ത് എടുത്തത്, മിൽക്കി മിസ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. ആദ്യം കരിക്കിൻ്റെ പീസസ്. ഇതിപ്പോൾ ഒരു 2 കരിക്കുണ്ട്. നല്ല വഴുമ്പലായിട്ടുള്ള നല്ല സോഫ്റ്റ് ടെൻഡർ കരിക്ക്. പിന്നെ ഒരു 25 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത്, അത് ചേർക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം ഡേറ്റ്സാണ്. ഇതൊരു 5 ഡേറ്റ്സ് ഉണ്ട്. 5 or 6 ഡേറ്റ്സ് ഒരു 1/2 കപ്പ് പാലിൽ കുതിർത്തത്. എത്ര കാര്യങ്ങളായി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. ഇതിനകത്ത് മധുരം എന്നുള്ളത് ഇപ്പോൾ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് അല്ലാണ്ട് ഒരു സ്വീറ്റ്നെസ്, 2-3 ടേബിൾ സ്പൂൺ. അപ്പോൾ കണ്ടൻസ് മിൽക്കും ചേർത്തു. ഇനി എന്താ പറയുക, പാലുണ്ട്. നമ്മൾ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചൊഴിക്കും. എന്നിട്ട് മിക്സിയുടെ ജാറ് അടച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും. നല്ല റിച്ച് ആൻഡ് ക്രീമിയാണ്. അതിൻ്റെ ആവശ്യാനുസരണമാണ് നമ്മളിതിലേക്ക് പാലൊഴിക്കേണ്ടത്. ഒരല്പം പാലും കൂടി ഞാൻ ഒഴിക്കുന്നു. ഓക്കെ, 1 കപ്പ് പാല് എക്സ്ട്രാ. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് പാല്. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല. മിൽക്കി മിസ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കിൻ്റെ മധുരവും ഡേറ്റ്സിൻ്റെ മധുരവും ഇനി ഒരു വലിയ ജാറിലേക്ക് ഒഴിക്കും. ഗംഭീരമായിട്ടുള്ളൊരു കരിക്ക് ഡേറ്റ്സ് ടെൻഡർ കോക്കനട്ട് ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇസ് റെഡി. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, ഗംഭീരമായിരിക്കും. കാര്യം 2 കരിക്കിൻ്റെ അകത്ത ഭാഗമുണ്ട്, കുറച്ച് പാലുണ്ട്, 1.5 കപ്പ് പാല്, ഡേറ്റ്സ് 4-5 ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. പിന്നെ മധുരം നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ അതും കൂടി ചേർത്താൽ കുറച്ചുകൂടി റിച്ച് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇനി അടുത്തതായി നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ഒരു സർബത്താണ്. തണ്ണിമത്തൻ സർബത്ത്. വാട്ടർമെലൻ അഥവാ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 2 കപ്പ്, വെള്ളം 2 കപ്പ്, നറുനീണ്ടി സിറപ്പ് 4 ടേബിൾ സ്പൂൺ, കറുത്ത കഷ്കഷ് കുതിർത്തത് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം, നാരങ്ങാ നീര് 1.5 ടേബിൾ സ്പൂൺ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. തണ്ണിമത്തൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ലാഭമുള്ളൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തനാണ്. നല്ല വാട്ടർ കണ്ടൻറ്റുള്ള അടിപൊളി സംഭവമാണ് തണ്ണിമത്തൻ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം തണ്ണിമത്തൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഓക്കെ, ബ്ലെൻഡറിലേക്ക് മാറ്റുന്നു. ഇനി അതിലേക്ക് കുറച്ച് നറുനീണ്ടി സിറപ്പ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നറുനീണ്ടി സിറപ്പ്, 2-3 ആകാം. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാട്ടർമെലൻ സർബത്ത് റെഡി. കുറച്ച് ഐസ് ക്യൂബ്സ്,
വലിയ ചങ്കി പീസസ് ആയിട്ട് ഇരിക്കുകയാണ് ഐസ് ക്യൂബ്സ്. കാര്യം അതെല്ലാം കൂടി ഒട്ടി ഇരിക്കുകയാണ്, തമ്മിലിങ്ങനെ. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത കസ്കസ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറേയേറെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരുന്നു. അത് എത്ര ഡബിൾ സൈസ്, ഡബിളൊന്നുമല്ല, എന്തോരം വരും എന്നറിയാമോ? എനിക്കിഷ്ടമാണ് ഇങ്ങനെ. ഇതിനകത്തേക്കാണ് നമ്മുടെ വാട്ടർമെലൺ സർബത്ത്. So our watermelon sarbat is ready. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഗ്രേപ്പ് മിൽക്ക് ഉണ്ടാക്കാൻ പോകണം. ഇനി ഗ്രേപ്പ് മിൽക്ക്, നല്ല കറുത്ത ഗ്രേപ്സ് 1/2 കപ്പ്, 1 കപ്പ് വെള്ളവും 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. അത് ഏകദേശം 1/2 കപ്പ് കിട്ടും. തണുത്ത പാല് 1 കപ്പ്. മിൽക്കി മിസ്റ്റ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 2-3 ടേബിൾ സ്പൂൺ. ഗ്രേപ്പ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഗ്രേപ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് സീഡ്ലെസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കുറച്ച് നീളമുള്ള ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അത് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു മധുരമുള്ളൊരു സിറപ്പായിട്ട് വരും ഇങ്ങനെ. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അത് അരിപ്പയിലൂടെ അരിച്ച് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു സത്ത് കിട്ടും. ഓക്കെ, ഗ്രേപ്പിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് സത്ത് അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനെ വേറെ ഒന്നുമില്ല. ഗ്രേപ്സ് കുറച്ച് വെള്ളത്തിൽ വേവിക്കുന്നു, അതിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് വേവിച്ചിട്ട് ഒരുപാട് മാഷി ആവുന്ന പോലെ ആവണമെന്നില്ല. ഒന്ന് പൊട്ടി തുടങ്ങിയാൽ മതി. ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 5 മിനിറ്റ്, തള വന്നൊരു 5 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ തണുക്കാൻ വെച്ചിട്ട് നമ്മളിതുപോലെ ആ ഒരു ചാറിൽ അതിൻ്റെ ആ വെള്ളവും ഷുഗറും കൂടെ ഉള്ള ആ ഒരു സിറപ്പിൽ തന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കും. അത് റെഡി. ഇനി കുറച്ച് തണുത്ത പാലിവിടെ റെഡി. ഇനി എന്താ വേണ്ടേ? ഗ്ലാസ് റെഡി ആൻഡ് കുറച്ച് കണ്ടൻസ് മിൽക്ക്, ദാറ്റ് ഈസ് മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. അതൊരല്പം എടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ 1 കപ്പ് പാലുണ്ട്. പാലിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനാവശ്യമുള്ള ഒരു മധുരം. അപ്പോൾ ഇതിനും ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഗ്രേപ്സ് മിൽക്ക് ആക്കാനായിട്ട് പാലും കൂടി ഒഴിക്കാം. ഇത് മധുരമുള്ള പാലാണ്. ഇതിപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയിക്കോളും. പക്ഷേ നമ്മളായിട്ട് അങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അതിൻ്റെ ഫ്ലോയിൽ പോയിക്കോട്ടെ. കുടിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഗ്രേപ്പ് മിൽക്ക് ഇസ് റെഡി. നല്ല തണുപ്പിച്ച് കഴിക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുക. നല്ല ചിൽഡ് മിൽക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പുണ്ടാവുമല്ലോ. നല്ല തണുപ്പുള്ളൊരു, അതായത് ആ ഗ്രേപ്സിൻ്റെ ജ്യൂസും പാലും നന്നായിട്ട് തണുത്തതാണെങ്കിൽ അന്നേരം തന്നെ കുടിക്കാം. ഇതിപ്പോൾ അത്രത്തോളം കുറച്ച് തണുപ്പ് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ എനിക്കത് ചിൽഡാക്കാൻ പറ്റുള്ളൂ. യെസ്, അതും റെഡി. ഇനി നമ്മുടെ 4ാമത്തെ സമ്മർ ഡ്രിങ്ക്, നമുക്കൊരു ഗോവ ലെമൺ, അതായത് പേരക്ക ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഗോവ ലെമൺ ഡ്രിങ്ക് അഥവാ പേരക്ക ഡ്രിങ്ക്. ഗോവ അല്ലെങ്കിൽ പേരക്ക ക്രഷ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഗോവ ക്രഷ് 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, നല്ല തണുത്ത വെള്ളമാണ് കൂടുതൽ നല്ലത്. പച്ചമുളക് 1 എണ്ണം 2ആയി പിളർന്നത്, പുതിന 4-5 ഇലകൾ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, നാരങ്ങാ നീര് 1.5 ടേബിൾ സ്പൂൺ, കറുത്ത കഷ്കഷ് കുതിർത്തത് 4 മുതൽ 5 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് സർബത്തായിട്ടാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ നമ്മുടെ നറുനീണ്ടി സർബത്തൊക്കെ ഒഴിക്കണം. ഇതതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പോകണം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ഗവ ക്രഷ്, അതായത് പേരക്കയുടെ ക്രഷ് എന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട്സിൻ്റെ ഇതും വാങ്ങാൻ കിട്ടും. പൈനാപ്പിൾ കിട്ടും, ഓറഞ്ച് കിട്ടും, അങ്ങനെ ഒരുപാട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു
1/2 കപ്പോളം എടുക്കുന്നു. ഇതിനകത്തേക്ക് നാരങ്ങ നീര് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കും. പിന്നെ പുതിന 2-3 പുതിന ഇല ഇടാം. ഒരു പച്ചമുളകിനെ 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട. ഇനി കുറച്ച് വെള്ളം, ഐസ് വാട്ടറാണ് ഏറ്റവും നല്ലത്. ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയ ബ്ലെൻഡിങ്. അതിന് പച്ചമുളകൊന്നും അരഞ്ഞ് ചേരണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി. അതിങ്ങനെ ചതഞ്ഞ് അതിനകത്തേക്ക് കിടന്നു. ഓക്കെ, ഇത്ര ആവശ്യം. സംഭവം റെഡി. അതുപോലെ ആ പുതിനയുടെ ഒരു ഗുഡ് ഫ്ലേവർ, ചെറിയൊരു എരിവും പുതിനയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് വരും. കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ആവശ്യം പോലെ ഇടുന്നത് നല്ലതാണ്. നല്ല നിറച്ചിട്ടിട്ട് അടിപൊളിയായി. ചങ്കി പീസസ് ആണ് എൻ്റെ കയ്യിൽ. ഓക്കെ, ഇനി ഇതിനകത്തേക്കൊരു പ്രധാന കാര്യം ചേർക്കാം. കറുത്ത കഷ്കശ് വെള്ളത്തിൽ കുതിർത്തത്. അത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ധാരാളം അത് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കുതിർത്തത്. കറക്റ്റായിട്ട് പച്ചമുളക് ഏറ്റവും മുകളിൽ വന്നിങ്ങനെ സ്വന്തമായിട്ടങ്ങ് നിന്നു. ഇതാണ് കളർ ആൻഡ് ബ്യൂട്ടി. അപ്പോൾ ഇനി എല്ലാവരെയും ഇങ്ങനെ നിരത്തി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സമ്മർ ഡ്രിങ്ക്സിൻ്റെ ഒരു നിര തന്നെ ഞാൻ ഇവിടെ നിരത്തി കഴിഞ്ഞു. അപ്പോൾ സമ്മറിനെ നമ്മൾ വരവേൽക്കുന്നു വിത്ത് ഓൾ ദീസ് സമ്മർ ഡ്രിങ്ക്സ്. ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇംപ്രവൈസേഷൻസ് ആകാം. കൂടുതൽ വേണോ കുറവ് വേണോ, മധുരത്തിൻ്റെ കാര്യം, തണുപ്പിൻ്റെ കാര്യം, എല്ലാം എവറിത്തിങ്. എന്നാൽ ഇതൊരു ജസ്റ്റ് ഒരു പോയിൻ്ററാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രമാണ്. നിങ്ങൾക്കത് ഏത് രീതിയിലും ചെയ്യാം. പിന്നെ ഈ ക്രഷ് വെച്ചിട്ട് നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. അത് ഓറഞ്ച് ക്രഷ് കിട്ടും, പൈനാപ്പിൾ കിട്ടും, ലിച്ചി കിട്ടും, എല്ലാത്തിൻ്റെയും കിട്ടും, ഗ്രേപ്സ് ക്രഷ് കിട്ടും. ഒക്കെ വെറൈറ്റീസ് ഓഫ് സമ്മർ ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച എല്ലാ വിഭവങ്ങളും, അതായത് എല്ലാ സമ്മർ ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.